പഞ്ചായത്ത് വാർത്താ ഗ്രൂപ്പിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നാം എല്ലാവരും പാചക ആവശ്യത്തിന് ഗ്യാസ് സിലിണ്ടർ ഓർഡർ ചെയ്യുന്നവരാണ്. എന്നാൽ ഇതിനു പിന്നിലെ തട്ടിപ്പുകളും വെട്ടിപ്പുകളെക്കുറിച്ചും നമ്മൾ ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ ദിവസം കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 6-ൽ ഗ്യാസ് ഓർഡർ ചെയ്യുമ്പോൾ ബില്ലിൽ എഴുതിയിട്ടുള്ള തുകയേക്കാൾ കൂടുതൽ വാങ്ങിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എടപ്പാൾ നടുവട്ടം താനിക്കൽ ഇന്ത്യൻ ഗ്യാസ് ഏജൻസിയിൽ നിന്നും ഗ്യാസ് ഓർഡർ ചെയ്തു. തൊട്ടടുത്ത ദിവസം, അതായത് 22/4/2024 തന്നെ ഗ്യാസ് എത്തി. എവിടെയാണ് വെക്കേണ്ടതെന്ന് ചോദിച്ച് ഡെലിവറി ബോയ് ഗ്യാസ് സിലിണ്ടറുമായി വീട്ടിലെത്തി. ഗ്യാസിന് എത്ര രൂപയാണെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ 865 രൂപയാണെന്ന് ഞങ്ങളോട് പറയുകയും തുക വാങ്ങിച്ച ശേഷം ഡെലിവറി ബോയ് സ്ഥലമിടുകയും ചെയ്തു. എന്നാൽ അല്പസമയത്തിന് ശേഷം ഞങ്ങൾ ബില്ല് പരിശോധിച്ചപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ബില്ലിൻ്റെ എമൗണ്ട് ഭാഗം കീറിക്കളഞ്ഞതായി കണ്ടെത്തി. തുടർന്ന് ഞങ്ങൾ ബില്ലിലുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഗ്യാസിൻ്റെ വില ചോദിച്ചപ്പോൾ 836 രൂപ മാത്രമാണെന്ന് എക്സിക്യൂട്ടീവ് ഞങ്ങളെ അറിയിച്ചു. തുടർന്ന് ഞങ്ങളിൽ നിന്നും 865 രൂപയാണ് ഈടാക്കിയതെന്ന് അറിയിച്ചപ്പോൾ അല്പസമയത്തിനകം അധികം വാങ്ങിച്ച തുക റീഫണ്ട് ചെയ്ത് നൽകുമെന്നും ക്യാഷ് കിട്ടിയാൽ ഞങ്ങളെ വിളിച്ചറിയിക്കണമെന്നും കസ്റ്റമർ എക്സിക്യൂട്ടീവ് ഞങ്ങളെ അറിയിച്ചു. തുടർന്ന് അല്പസമയത്തിന് ശേഷം ഡെലിവറി ബോയ് ഞങ്ങളെ വിളിക്കുകയും തിരിച്ച് വീട്ടിലെത്തി ഞങ്ങളിൽ നിന്നും ഈടാക്കിയ അധിക തുക തിരിച്ചു നൽകുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. സിലിണ്ടറുമായി ഡെലിവറി ബോയ് നമ്മുടെ വീട്ടിലെത്തിയാൽ ഉപഭോക്താവ് ആവശ്യപ്പെട്ടാൽ സിലിണ്ടർ തൂക്കി നൽകണമെന്നാണിരിക്കെ ഇത്തരത്തിൽ വാങ്ങുന്നത് അനീതിയാണെന്നും തുടർന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഞങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി. നിങ്ങളുടെ വീടുകളിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും കംപ്ലൈൻറ്റ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ഓരോ രൂപയും നമുക്ക് വിലപ്പെട്ടതാണ്. ഈ വിവരം നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Thank you.